حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. ഏറ്റവും സ്നേഹസമ്പന്നരായ വിശ്വാസികളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത് അല്ലാഹുവിൽ തഖ്വയുള്ളവരായി തീരാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രഭു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചുള്ള സംസാരമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കേട്ടത്. റബ്ബിന്റെ അനുഗ്രഹം ലഭിക്കാതെ ഒരു ജീവിയും ഈ ഭൂമി ലോകത്ത് നേരാവണ്ണം ജീവിക്കില്ല. ഒരു സമയം പോലും അതിന് ജീവിക്കാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ അടുക്കലാണ് എല്ലാ കാര്യങ്ങളുടെയും കിടപ്പ്. ഒന്നും തീരുമാനിക്കാൻ നമ്മുടെ സമ്പത്തോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സ്വാധീനമോ നമ്മുടേതായിട്ടുള്ള മറ്റു കാര്യങ്ങളോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊന്നും ഒന്നുകൊണ്ടും സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും അല്ലാഹു അതിൻ്റെതായ അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി അല്ലാഹു നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യരാശിയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുമുണ്ട്. ഓരോ ജീവിയെയും വമാമിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ദാബത്തുമില്ല തന്നെ, അഥവാ മുട്ടിലിഴഞ്ഞു പോകുന്നതും ഇരുകാലിൽ നടക്കുന്നതും നാൽക്കാലികളായിട്ടുള്ളവയും അല്ലാത്തവയുമായിട്ടുള്ള ഓരോ ജീവജാലങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന റിസ്ഖ് ഇല്ലാതെ ഒന്നിനെയും അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. മനുഷ്യരടക്കം ജിന്നടക്കം ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു അതിൽ ഉൾപ്പെടുത്തി പറയട്ടെ. അവിടെ ചിലതിനേക്കാൾ അല്ലെങ്കിൽ ചിലർക്ക് ചിലരേക്കാൾ ഉത്തമമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാറുണ്ട്, ലഭിച്ചിട്ടുണ്ട്, ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ചില നാടിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, മദീനയെ എടുത്ത് അല്ലാഹു പറഞ്ഞു, മദീനക്കാർക്ക് കിട്ടിയ അത്ര ബർക്കത്ത് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവുക. അത് പലതുകൊണ്ടുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കുറെ കാലം ജീവിച്ചു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ വർഷം റസൂൽ ജീവിച്ചത് മക്കയിലാണെന്ന് നമുക്കറിയാം. ഹിജ്റയും ഹിജ്റയ്ക്ക് ശേഷമുള്ള ജീവിതവുമാണ് മദീനയെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടാവാനും ജീവിക്കാനുള്ള കാരണം. പക്ഷേ റസൂൽ എന്ന് കേൾക്കുമ്പോഴേക്കും മദീനയുടെ മണലിനെയുമാണ് നമുക്ക് ഓർമ്മ വരാറുള്ളത്. എന്താ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാൽ ആ മണ്ണും ആ പരിസരവും ആ നാടും അനുഗ്രഹിക്കപ്പെട്ടു. മദീനത്തുൽ റസൂൽ എന്ന് തന്നെയാണ് അതിന് പേര് പറയാറുള്ളത്. ഇതേ പ്രകാരം ഓരോ സമയത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ലഭിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെതായ മെച്ചം കിട്ടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് അള്ളാഹുവിന്റെ തഖ്വയും അള്ളാഹുവിനെ സൂക്ഷിച്ചുള്ള ജീവിതത്തോടൊപ്പം നമുക്ക് കിട്ടിയതായ കാര്യങ്ങളെ നമ്മുടെ സഹജീവികൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ദഅവത്ത് ചെയ്യാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അവരുടെ ജീവിതവും
അവരുമായി ബന്ധപ്പെടുന്ന ജീവിതവും അനുഗ്രഹപൂർണമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വലൗ അന്നാ ഫിൽ ഖുറാ, തീർച്ചയായും ഖറിയത്തിന്റെ ആളുകൾ, അവിടുത്തെ നാട്ടുകാർ, ആമനൂ വത്തഖൗ, അവർ വിശ്വസിക്കുകയും സൂക്ഷ്മത കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അവർ സൂക്ഷിക്കുകയും അതോടൊപ്പം ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഗ്രഹം ചൊരിയുമായിരുന്നു. എന്നാൽ വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും, അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റാതെ അവരതിന്റെ നിഷേധവുമായിട്ട് നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെയും തഖ്വയെയും നിർവചിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു തന്നത് അല്ലാഹുവിന്റെ റസൂലും പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചത്, സഹാബാക്കളും പഠിപ്പിച്ചത്, അല്ലാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതം സ്വയം നടത്തുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ഇറക്കി തരുമെന്നുള്ളതാണ്. അവർ മാത്രമല്ല, അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളും അതുകൊണ്ട് രക്ഷപ്പെടും, അവർക്കും അനുഗ്രഹം കിട്ടും. അങ്ങനെ ആ നാട് അനുഗ്രഹീതപൂർണമാകുമെന്നാണ്. ആ നാട് അനുഗ്രഹീതപൂർണമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കപ്പൽ യാത്രക്കാരുടെ അനുഭവം അല്ലെങ്കിൽ ചരിത്രം പറയുന്നുണ്ട്. ഇരുതട്ടുകളുള്ള കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മുകൾ തട്ടിലുള്ളവർക്ക് വെള്ളം വേണം. അവർ താഴോട്ട് ഇറങ്ങിയവരും മുകളിലേക്ക് പോകും, താഴോട്ട് ഇറങ്ങിയവരും മുകളിലേക്ക് പോകും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പലവരും ആവർത്തിച്ചപ്പോൾ മുകളിലുള്ളവരുടെ സൗകര്യവും താഴെയുള്ളവർക്കുള്ള പ്രയാസം ഒഴിവാക്കുന്നതിനു വേണ്ടി മുകളിലുള്ളവർ ചർച്ച തുടങ്ങി, നമുക്ക് കപ്പലിന് താഴെ തുളയിടാം, എങ്കിലും വെള്ളം കിട്ടുമല്ലോ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പഠിപ്പിച്ചില്ലേ, താഴെയുള്ളവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ആളുകളെ കൈപിടിച്ചിട്ട് അവരെ പറയാണ്, അവരെ എതിർക്കുകയാണ് ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥ പറഞ്ഞിട്ട് പറയാൻ, ഫഇൻ തറകൂഹും വമാ അറാദു ഹലകു ജമീഅ, അവർ ചെയ്യുന്നത് പോലെ ചെയ്തോട്ടെ, പോണ പോലെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അക്കൂട്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഹലകു ജമീഅൻ, അവരെല്ലാവരും നശിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ അഖദു അലൈഹിം വമനഉഹും മിൻ ദാലിക നജൗ വനജൗ ജമീഅ, ഇനി അവരവിടെ പിടിച്ചു വെക്കാണ്, അത് ചെയ്യാൻ പാടില്ല, അത് പാടില്ലാത്ത പ്രവർത്തനാണ് എന്ന് പറഞ്ഞിട്ട് ആ ടീമിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, പിടിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായും അവരും രക്ഷപ്പെടും. വനജൗ ജമീഅൻ, മുഴുവൻ ആളുകളും രക്ഷപ്പെടും. ആ പ്രവൃത്തി ചെയ്യുന്നവരും അതിലുള്ളവരും രക്ഷപ്പെടും എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് എന്നർത്ഥം. നാട്ടിലേക്ക് നമ്മൾ ഇറങ്ങണം. മഹല്ലിൽ ചില പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് എങ്ങനെയാണ് ദഅവത്ത് നടത്താൻ പറ്റുക എന്നതിനെ കുറിച്ച് കൂടിയാലോചന ഉണ്ടാവണം. ദഅവത്ത് നടത്തപ്പെടാത്ത ഒരു നാടിനെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിണമിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വെള്ളിയാഴ്ച ഖുതുബയും അല്ലെങ്കിൽ മാസത്തിൽ ഒരു ക്ലാസ്സും അല്ല വേണ്ടത്, അത് വേണ്ടെന്നല്ല, അത് വേണം. അതിനപ്പുറം നമ്മൾ വ്യത്യസ്ത സംഘടനയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അവരെല്ലാവരും കൂടിച്ചേർന്ന് തൗഹീദിന്റെ കാര്യത്തിൽ നമുക്കാർക്കും പ്രശ്നമല്ലല്ലോ, തൗഹീദ് പറയണമെന്ന കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ, ബിദ്അത്തിനെ എതിർക്കണമെന്ന കാര്യത്തിൽ പ്രശ്നമില്ലല്ലോ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളെയും യുവാക്കളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന കാര്യത്തിൽ നമുക്കാർക്കും പ്രശ്നം തർക്കമൊന്നുമില്ലല്ലോ. എങ്കിൽ അപ്രകാരമുള്ള വിഷയങ്ങളിൽ തീർച്ചയായും ഇടപെടലുകൾ നടത്തി മഹല്ലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ദഅവത്ത് നടത്തേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാം, അല്ലാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കാത്ത പ്രദേശങ്ങളിലും ആളുകളിലും അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങാൻ സാധ്യതയില്ല. അവർ സമ്പന്നന്മാരായിരിക്കാം, അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഉന്നതി ഉണ്ടാകാം, പക്ഷെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകണമെങ്കിൽ അവിടെ ദഅവത്ത് നടക്കണം. തൊടികപ്പുലം മഹല്ലിന്റെ പരിസര പ്രദേശങ്ങളിൽ എത്രത്തോളം സമയങ്ങളിൽ അല്ലെങ്കിൽ എത്ര കാലങ്ങളിൽ ദഅവ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ മതി. എന്നിട്ട് ഇല്ലെങ്കിൽ അതിന്റെ പരിഹാരം അത് ഇന്നോല് നടത്തട്ടെ എന്നല്ല, നമുക്ക് കൂടി ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന. പെരുന്നാൾ നമ്മൾ കൂടി ചെയ്യണില്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ, എങ്കിൽ മദ്രസയിൽ നമ്മൾ പരിപാടികൾ വെക്കണില്ലേ, എങ്കിൽ അതേ പ്രകാരം പരിസര പ്രദേശങ്ങളിൽ പൊതുവേദികളിൽ, കാരണം മുജാഹിദ് പ്രവർത്തകർ മാത്രമുണ്ടായിരുന്ന പല പരിസര പ്രദേശങ്ങളും എടുത്തു നോക്കൂ, അവിടെയൊക്കെയും ബിദ്അത്തിന്റെ കെണികൾ ഇന്ന് കാവൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമല്ല. ഇനി അടുത്ത് വരുന്നത് റബീഉൽ അവ്വൽ,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേട്ടുകേൾവിയുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പ്രായം ചെന്ന ആളുകളോട് ചോദിച്ചാൽ അവരോടൊക്കെ പറയും വാണിയമ്പലത്തിൽ ഉണ്ടാവാറുണ്ട്, ഇന്നോടത്ത് ഉണ്ടാവാറുണ്ട്, പൂങ്ങോട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതും അതിനപ്പുറവും നേർച്ചയും പൂരവും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കയറി വരുന്നത് തീർച്ചയായും ദഅവയുടെ കുറവ് കൊണ്ടാണെന്ന് മാത്രം സൂചിപ്പിക്കാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നാട്ടിൽ നിന്ന് ബർക്കത്ത് എടുത്തു കളയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കല്ല ചെയ്യും. അപ്പൊ നമ്മൾ കൂടി ആലോചിച്ച് അല്ലാഹുവിന്റെ തൗഹീദും ബിദ്അത്തിനെതിരെയുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രഭാഷണങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട് എന്നർത്ഥം. അതിനുവേണ്ടി മുൻകൈ എടുക്കേണ്ടത് മഹല്ലത്തിന്റെ കാരണവന്മാരും അധികാരികളുമായിട്ടുള്ളവരാണ് എന്ന് സൂചിപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതിന് പിന്നിലുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം തുടർന്നു വരുന്ന കാര്യം, ഒരു നാട്ടിലും കുടുംബത്തിലും വ്യക്തിക്കും ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ലഭിച്ചതിന് നന്ദി ഉണ്ടാവുക എന്നതാണ്. നമുക്ക് എത്രയാണോ കിട്ടിയത് അതിനനുസരിച്ച് അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ പറ്റുക. അശ്കുറു അല റിസ്ഖ്, നിങ്ങൾക്ക് കിട്ടിയ വിഭവത്തിന് അല്ലാഹുവിനോട് തിരിച്ചു നന്ദി കൊടുക്കുക, തിരിച്ചു നന്ദി ഉണ്ടാവുക. അത് ആരാധന കൊണ്ടാവട്ടെ, സാമ്പത്തികമായി കഴിയുന്നവർ അങ്ങനെ ആവട്ടെ, ഏത് രൂപത്തിലാണോ അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കി നിങ്ങളോട് പറഞ്ഞു തരികയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് ദീർഘമായി അല്ലെങ്കിൽ അധികരിപ്പിച്ചു തരിക തന്നെ ചെയ്യും. വലഇൻ കഫർതും, അഥവാ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, നന്ദി ചെയ്യാതെ നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ, തീർച്ചയായും ഇന്നഅദാബി ലശദീദ്, എന്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്നല്ല പറയാം. എത്രയാണോ നമുക്ക് കിട്ടിയത് അതിനനുസരിച്ച് നന്ദി ചെയ്യാനുള്ള കാര്യം ഉണ്ടാവണം, മനസ്സുണ്ടാകണം. ആ മനസ്സുള്ളവർക്ക് തീർച്ചയായും വ്യക്തി ചെയ്യുകയാണെങ്കിൽ വ്യക്തിക്ക്, കുടുംബം അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ കുടുംബത്തിന്, സമൂഹം ചെയ്യുകയാണെങ്കിൽ ആ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിയാദത്തിനെ, വർധനവിനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവും പഠിപ്പിച്ചു. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ പറയും ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതാണ്, ഞാൻ അധ്വാനിച്ചതിന്റെ ഫലമാണ്, എന്റെ മോൻ അവിടെ പോയതിന്റെ കാരണത്താലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പണിയെടുത്തപ്പോൾ കിട്ടിയതാണ്. അല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇതിന് പ്രകാരം അല്ലാഹ് നിങ്ങൾ ചെയ്ത നന്മക്ക് നിങ്ങൾക്ക് വർധനവ് നൽകിയതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മറ്റൊരു കാര്യമുണ്ട്, അത് ഇന്ന ഞാറ്റുവേല ഉണ്ടായതുകൊണ്ടാണ്, അതല്ലെങ്കിൽ ചാത്തങ്ങോട്ടോ പൂരം കഴിഞ്ഞപ്പോൾ പിന്നെന്താ മഴ പെയ്യാത്ത, ഇങ്ങനെ വർത്താനം ഉണ്ടാവാറുണ്ട്. ആ പൂരം കഴിഞ്ഞാൽ മഴ ഉണ്ടാവും എന്ന് നമ്മൾ തോന്നല്, അല്ലെങ്കിൽ നിലമ്പൂർ പാട്ട് കഴിഞ്ഞാൽ മഴ ഉണ്ടാവും, അല്ലെങ്കിൽ വെയിലുണ്ടാവും. ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും അങ്ങനെയാണ് പറയാറുള്ളത്. പഴമക്കാർ പാടിയ കുറെ പാട്ടുകളും ശീലങ്ങളും വർത്തമാനങ്ങളും ചൊല്ലുകളും നമ്മൾ ഏറ്റുചൊല്ല അറിയാതെ ചൊല്ലാൻ, ആ പൂരം കഴിയുമ്പോൾ മഴ പെയ്യാത്തത്, പൂരവും മഴയുമായി ഒരു ബന്ധവുമില്ല അല്ലേ? കൃഷിയും അതുപോലെ തന്നെ ഞാറ്റുവേലയും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു, അത് അതിന്റെ വഴി. പക്ഷേ മഴ പെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇതിന് കൊണ്ട് മാത്രമാണ്, അള്ളാഹുവിന്റെ താല്പര്യം കൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ട് അത് കുറയുന്നു എന്ന് ചിന്തിക്കുമ്പോഴേക്ക് പൂരത്തിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴക്കാലമായിട്ടും മഴ ലഭിക്കാത്തത്, ആവശ്യമുള്ള വെള്ളം, ആവശ്യമുള്ള മഴ നൽകാത്തത് എന്ന് നമ്മൾ ആലോചിക്കണം. എവിടെയാണ് നമ്മൾക്ക് കുറവ് വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കും, അതല്ലെങ്കിൽ സ്വതക്കയായിരിക്കും, അതല്ലെങ്കിൽ ആരാധനകളായിരിക്കും, അല്ലെങ്കിൽ വ്യക്തിശുദ്ധിയില്ലായ്മയായിരിക്കും, കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കും, ഇതൊക്കെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ ബറകത്തിൻ ഇല്ലാ അസ്ബഹ ഫരീഖും മിനൻ നാസി ബിഹാ കാഫിരീൻ. ചില ആൾക്കാരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനുഗ്രഹം ഇറക്കിയാൽ അപ്പോൾ അതിന് എന്തെങ്കിലും നിഷേധവാക്കുകൾ കൊണ്ടൊക്കെ അതിനെ ഇല്ലാതെയാക്കും. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയും. അപ്പൊ നമ്മുടെ വർത്തമാനങ്ങളിൽ അതുപോലും വരാതിരിക്കാൻ
പൂരം കഴിഞ്ഞപ്പോൾ എന്തായാലും മഴ ഉണ്ടാവും എന്ന വർത്താനം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു അത് അള്ളാഹുവിന്റെ നിഅമത്തിനെ, അള്ളാഹുവിന്റെ ബറക്കത്തിനെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉള്ളതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിനെ തിരിച്ച് അങ്ങോട്ട് നന്ദി ചെയ്യാനുള്ള മനസ്സുണ്ടാവുക എങ്കിൽ ബറക്കത്തുണ്ടാവും. അപ്പൊ മഴ കിട്ടാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ സൈബൻ നാഫിഅൻ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. പടച്ചോനെ ഈ മഴ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അനുഗ്രഹം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ തിരിച്ച് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നത് ഇതേ പ്രകാരമുള്ള ഏത് മുഖേനയും ഏത് പ്രവർത്തന മുഖേനയും ആകാം എന്നർത്ഥം. അങ്ങനെയാകും അള്ളാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങും. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സമ്പാദ്യം ബറക്കത്ത് നഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് നിങ്ങൾ നോക്കണമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അത് വെറുതെ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ റസൂലും ഖുർആനും ഒരുപാട് പഠിപ്പിച്ചിരുന്നു. യംഹഖുല്ലാഹു റിബാ വ യുർബി സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല ഗഫാരിൻ അസീം. പലിശ ഇന്നൊരു പ്രശ്നമല്ല ആൾക്കാർക്ക്. പലിശ എന്നൊരു പ്രശ്നമല്ല. പണമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവൻ വീടും വാഹനവും വാങ്ങുന്നതും പലിശക്കാണ്. എന്താ കാര്യം? അത് കുറെ അടച്ചു കൊടുത്താൽ മതി, കുറഞ്ഞ പലിശയുള്ളൂ. കുറഞ്ഞ പലിശയും കൂടുതൽ പലിശയും പലിശയാണ്. അത് ചിന്തിക്കൂല. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞാൽ അതിന്റെ ഗൗരവത്തെ കുറിച്ച് എങ്കിലും സൂചിപ്പിക്കാൻ, ഒരു വാഹനം എടുക്കുമ്പോഴേക്ക് പണമുള്ളവരും അല്ലാത്തവരും ചിന്തിക്കുന്ന തരങ്ങൾ അത് അടച്ചു തീർത്താൽ മതി. രണ്ടു കൂട്ടരും അങ്ങനെ ചിന്തിക്കാം. പെട്ടെന്ന് പൈസ കൊടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല, അടച്ചു തീർത്താൽ മതി. എന്നിട്ട് ബാങ്കുകാരെ അന്വേഷിക്കുക, അല്ലെങ്കിൽ അതിന്റെ ടീംസിനെ അന്വേഷിക്കുക, ആരാണ് കുറഞ്ഞ പലിശക്ക് സാധനം തരുന്നത്, അല്ലെ? അങ്ങനെ അന്വേഷിക്കുന്നവരില്ല. എങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യംഹഖുല്ലാഹു റിബ, പലിശ ഏത് വിധേനയും ഖുർആൻ പറയാം, ഏത് വിധേനയുള്ള പലിശയാണെങ്കിലും അള്ളാഹു അതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അതിലുള്ള ബർക്കത്ത് ഇല്ലാതെയാക്കും അല്ലാഹു എന്നല്ലാഹു ഖുർആൻ പറയാം. എന്നാൽ സ്വതക്കയാണെങ്കിലോ അത് അല്ലാഹു സുബ്ഹാനഹു നേരെ ചൊവ്വയുള്ള വരുമാനങ്ങളിൽ നിന്ന്, നേരെ ചൊവ്വയുള്ള അധ്വാനങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നതാണെങ്കിലോ അല്ലാഹു അതിനെ അധികരിപ്പിച്ച് യുർബീനാണ്. അല്ലാഹു അതിനെ വളർത്തും, വലുതാക്കി കൊണ്ടുവരുമെന്ന്. ഇന്നൽ മാല ഖദറത്തുൻ ഹുൽവത്തുൻ, റസൂൽ പറയാം, ഈ മാൽ എന്ന് പറയുന്നത്, ധനം എന്ന് പറയുന്നത് കുറച്ച് പച്ചപ്പും മധുരവുമാണ്. ഫമൻ അസാബഹു ബിഹഖിഹി ബൂരിക ഫീഹി, ഹഖാൽ നേടിയവൻ അഥവാ അർഹതയുള്ളത് നേടിയവൻ, അവന്റെ അവകാശത്തിൽ ഉള്ളത് നേടിയവൻ, ബൂരിക ഫീഹി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബർക്കത്ത് കൊടുക്കും. അപ്പോൾ ഹഖ് നേടുക. ഞാൻ നേടിയത് ഹഖാണോ, എന്റെ ഹഖാണോ, ലോട്ടറി കിട്ടിയതാണോ? ലോട്ടറി എടുക്കുന്ന മനുഷ്യന്മാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ കൊണ്ട് സുഹൃത്തുക്കളെ അതൊന്നും എടുത്തു പോയിട്ടില്ല. പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വളരെ വ്യാപകമായിട്ട് കണ്ടിരുന്നു. ഇപ്പൊ വേറെ വേറെ രൂപത്തിലാണ് ലോട്ടറി. നേരം വെളുത്താൽ ചായക്കടയിൽ മുമ്പിൽ 5-6 ആളുകൾ വേഗം നോക്കി വരും. എന്താ കാരണം? 5 ആളുകളൊക്കെ ഒരു കടയുടെ മുമ്പിൽ ഈ ലോട്ടറി ടിക്കറ്റും കൊണ്ട് വരണമെങ്കിൽ എന്തായാലും അവിടെ കച്ചവടം നടക്കുന്നതല്ലേ, അല്ലേ? കച്ചവടം നടക്കുന്നത് തന്നെയല്ലേ. അവിടെ അധികവും ചായ കുടിക്കാൻ വരുന്നതാരാ? നമ്മളെ കൗമിൽപ്പെട്ട ആൾക്കാരാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മുടെ കൗമിൽപ്പെട്ട മുസ്ലിങ്ങളായിരിക്കുന്ന പലിശ പാടില്ലെന്നും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചൂതാട്ടങ്ങൾ പാടില്ലെന്നും പഠിപ്പിക്കപ്പെടുന്ന സമുദായത്തിന്റെ ഇടയിലേക്ക് ഇത്തരം കച്ചവടക്കാർ കയറി വരുന്നുണ്ടെങ്കിൽ അവർക്കത് വിൽപ്പന ഉണ്ടായതുകൊണ്ടാണ് വരുന്നത്. വെറുതെ ഓ നന്നായിക്കോട്ടെ, ഓൻ ഏതായാലും ഒരു കച്ചവടത്തിന് ഇറങ്ങിയതാണ്, ഓ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ടിക്കറ്റ് വാങ്ങി. ഓൻ ഏതായാലും പാവപ്പെട്ട 4-5 കുട്ടികളുള്ളവരാണ്, ഓൻ ഏതായാലും ടിക്കറ്റ് കൊണ്ട് നടക്കുകയാണ്, ഒരു 10 ടിക്കറ്റ് വാങ്ങിയിട്ട് ഓനെ സഹായിക്കാമെന്ന രൂപത്തിലാണോ? അല്ലല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫമൻ അസ്വാബഹു ബിഹഖിഹി, ആ നേടിയത്, ആ കിട്ടിയ പൈസ ഉണ്ടല്ലോ, അത് ഹഖായി കിട്ടിയതാണെങ്കിൽ ബൂരിക ഫീഹി, അതിൽ ബർക്കത്ത് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നതിന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും പല ആളുകളെ കുറിച്ചും പറയില്ല, എത്ര പൈസ അവന്റെ കയ്യിൽ വന്നു പോണത്, എന്നിട്ടും ഒരു പാമരനായിട്ട് നടക്കും, ഓന്റെ കുട്ടികളെ കണ്ടു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാറില്ലേ? എന്താ കാരണം? ബർക്കത്തില്ലായ്മയാണ്. അതെന്തേ കാരണം? അത് അവന്റെ ഹക്കല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കിനെ ആഗ്രഹിക്കുക, ഹക്ക് നേടുക, അവനവന്റെ നേടുന്ന സ്വത്ത് അവനവന്റെ ഹക്കൊണ്ട് നേടിയതാണ് എന്നുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ബർക്കത്ത് ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5-ാമതായി റസൂൽ പറഞ്ഞു ബർക്കത്ത് ഉണ്ടാവാനുള്ള കാരണം, ബർക്കത്ത് ഉണ്ടാവാനുള്ള കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അമിത വ്യയം ചെയ്യുന്നവർ ആണോ അവിടെ ബർക്കത്ത് എടുക്കുക. അമിത വ്യയം ഇല്ലാതെ, എന്റെ അടുത്ത് പൈസ ഉണ്ട്, എനിക്ക് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ധാരാളിത്തം കാണിക്കുക, അവിടെ ബർക്കത്ത് എടുത്തു പോകും.
ഉള്ളവൻ ഏറ്റവും നന്നായി ഉള്ളവൻ നല്ലതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മിതമായി ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാം ഒരു ബർക്കത്ത് ഉണ്ടാവും. അപ്പൊ നമ്മളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. എന്താ പറയുക, അപ്പുറത്തുള്ള എന്നെക്കാൾ താഴ്ന്നവരായിട്ടുള്ള ആളെ മോളെ കല്യാണം നടത്തിയപ്പോഴേക്ക് 3-4 വിഭവങ്ങളുണ്ട്. അപ്പൊ ഞാനായിട്ട് ഇപ്പൊ ഇതിനെ കുറക്കണത്, ഞാൻ കുറച്ച് ആൾക്കാർ പറയില്ലേ, ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമാണെങ്കിൽ ഒരു പ്രശ്നം ഇതിലുണ്ടാവില്ല. മാത്രമല്ല ഉള്ളതിന് ബർക്കത്ത് ഉണ്ടാകും. മറ്റുള്ളവന് വേണ്ടിയിട്ട് ചെലവഴിക്കുക, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് അമിതവ്യയം ഉണ്ടാക്കുക. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമിതവ്യയവും പിശുക്കും കാണിക്കാത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. അമിതവ്യയം ചെയ്യുന്നവർ അവർ ശൈത്താന്റെ കൂട്ടുകാരാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. ശൈത്താൻ ഏതായാലും അവന്റെ റബ്ബിനോട് നിഷേധമാണ് കാണിക്കുക. എങ്കിൽ അവന്റെ കൂട്ടുകാരായിട്ടുള്ളവർ മുബദ്ദിരീങ്ങളായിട്ടുള്ള ആളുകളും അല്ലാഹുവിനോട് നന്ദികേടും അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിഷേധവുമാണ് കാണിക്കുന്നത്. അതിലൂടെ നിഷേധം ഉണ്ടാവണം. അള്ളാഹനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. നീ പിശുക്ക് കാണിക്കരുത്, അഥവാ നിന്റെ തൊണ്ടയിലേക്ക്, നിന്റെ കഴുത്തിലേക്ക് നിന്റെ കൈകൾ നീ കെട്ടിവെക്കരുത്, ഒന്നും ചെലവാക്കാതെ. ഉണ്ടെന്ന് വിചാരിച്ച് ധാരാളിത്തം കാണിക്കുകയും ചെയ്യരുത്. അള്ളാന്റെ ഖുർആൻ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഉണ്ട് എന്ന് വിചാരിച്ച് അമിതവ്യയം വേണ്ട, പിന്നെ കയ്യിലുള്ളത് പോകുമെന്ന് വിചാരിച്ചാണ്ട് പിശുക്ക് ഉണ്ടാക്കണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ബർക്കത്ത് ഉണ്ടാകുമെന്ന് അബൂ ഹാത്തിം അൽ-ബുസ്രി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഇൻ തമക്കനൽ മർഉ ബിൽ മാലിൽ ഖലീൽ മഅ ഖില്ലത്തിൽ ഹമ്മി അഹ്ന മിനൽ കസീരി ലിത്തഅബ. ഒരു മനുഷ്യനെ പിന്നെ കുറഞ്ഞ ധനം കൊണ്ട്, കുറഞ്ഞ പൈസ കൊണ്ട് പിന്നെ പ്രയാസങ്ങളിലും ജീവിക്കാൻ കഴിയുന്നുണ്ടോ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളുള്ള സമയത്ത് ഏറ്റവും കുറഞ്ഞ കാശ് കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ടാവും. പ്രയാസമുണ്ട് എന്നാലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോണവര്, അവന്റേതായിട്ടുള്ള അമിതവ്യയമില്ലാതെ ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുന്നവനായിരിക്കും എന്നുള്ള രൂപത്തിലാണ് അവരുടെ സംസാരം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നമ്മുടെ വലിയൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം. കയ്യിലുണ്ട് വിചാരിച്ചാൽ എന്ത് ചെയ്യരുത്, വാരി വലിച്ച് ചെലവഴിക്കുകയും ചെയ്യരുത്. അതോടൊപ്പം തന്നെ പിന്നെ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അഫ്ലഹ മൻ അസ്ലം, വിശ്വസിച്ചവൻ, മുസ്ലിമായവൻ അവൻ വിജയിച്ചിരിക്കുന്നു. വറുസിഖ കഫാഫൻ, വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു പറയാ, ബർക്കത്ത് നൽകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ, വറുസിഖ കഫാഫൻ, ഉള്ളതുകൊണ്ട് ആ വിഭവത്തെ പിന്നെ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകുന്നവനായിട്ടുള്ള ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നൽകിയത് അത് മതി എന്ന് വിചാരിക്കുന്നവൻ വിജയിച്ചിരിക്കുന്നു. വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു, അല്ലാഹു എന്താണോ നൽകിയത് അതിൽ എനിക്ക് ഖനാഅത്തുണ്ട്, എനിക്ക് തൃപ്തിയുണ്ട് എന്ന് വിചാരിക്കുന്നവനും വിജയിച്ചിരിക്കുന്നു. അവരിലും ബർക്കത്തുള്ളവരാണവർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ ആരെങ്കിലും പറയേണ്ടത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വിചാരിച്ചാൽ മതി, ഇതിനെ കുറിച്ച് തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. കാരണം എന്താ, ആ ഒരു പ്രശ്നം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ തോന്നലുണ്ടാകുന്നത്. ഞാൻ നേരത്തെ ലോട്ടറിയുടെ കുറിച്ച് കാര്യം പറഞ്ഞില്ല, അത് ചിലപ്പോൾ നമ്മളെ കുറിച്ചാണ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ചാണെന്ന് വിചാരിക്കുക. കാരണം എന്താ അറിയോ, അത് നമ്മളിൽ ആ പ്രശ്നം ഉണ്ടായിട്ടാണ്. ഇല്ലാത്തവരെ സംബന്ധിച്ച പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇല്ലാത്തവരാണെങ്കിൽ അത് ചെയ്യുന്നവരോട് ചെറിയൊരു നന്മയുണ്ടെങ്കിൽ അത് ചെയ്യരുതെന്ന് പറയാൻ ഒന്നാമതായിട്ട് സൂചിപ്പിച്ച ദഅവത്തിന്റെ ഭാഗമാണ്. ദഅവത്തിന്റെ ഭാഗമാണ് അത് ചെയ്യരുതെന്ന് പറയണം. അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലുഹു, വിശുദ്ധ ഖുർആനിൽ ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാനും ശപിക്കാനുമുള്ള കാരണം, അവരെ പ്രവാചകന്മാരാൽ ശാപം കിട്ടാനുള്ള കാരണം വകാനു ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലുഹു, നാട്ടിൽ കാണുന്ന ദുരാചാരങ്ങളും പ്രശ്നങ്ങളൊന്നും അവരതിനെ എതിർക്കാനും നിൽക്കൂല, ഒരു ശരിയാണ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവും, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം ഉണ്ടാവും, മുഅ്മിനുകളുടെ ശാപം ഉണ്ടാവും എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു. അപ്പം ചില കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുകയും അനുഗ്രഹം അല്ലാഹുവിൽ നിന്ന് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളും പ്രവണതകളും നമ്മൾ ബോധപൂർവം നമ്മളിൽ തന്നെ കൊണ്ടുവരികയും ചെയ്യേണ്ടതുണ്ട്. അത് തടസ്സപ്പെടുന്ന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുകയും
മുത്തഖീകളിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് വീണ്ടും സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സമൂഹത്തിൽ ബർക്കത്തുണ്ടാകാൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം അൽ ബൈആനി ബിൽ ഖിയാരി മാ ലം യതഫറഖ ഫഇൻ സദഖ വബയ്യന ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. ഇടപാടുകൾ സത്യസന്ധതയുള്ളതാക്കുക. ചുരുക്കം, ഇടപാടുകൾ സത്യസന്ധതയുള്ളതാക്കുക. പ്രത്യേകിച്ച് കച്ചവടക്കാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല പ്രാവശ്യം എണ്ണി പറഞ്ഞിട്ടുണ്ട്. നരകത്തിന്റെ കാര്യം പറയുമ്പോഴും സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ കച്ചവടക്കാരുടെ നീതിയും കച്ചവടക്കാരുടെ തൊഴിലും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവൻ കച്ചവടത്തിൽ സത്യസന്ധതയുള്ളവനാണോ, തീർച്ചയായിട്ടും അവന് അല്ലാഹു അവന് രണ്ട് രൂപത്തിൽ അവൻ അനുഗ്രഹം കൊടുക്കുമെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിലും പരലോകത്തിലും അവന് ഉയർന്ന ദറജ കൊടുക്കുമെന്ന് റസൂൽ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടയിട്ടാണ്ട് കച്ചവടം ചെയ്തത് മാത്രമല്ലല്ലോ, സ്ഥല കച്ചവടം ഉണ്ടാവും, ബാക്കിയുള്ള വാഹന കച്ചവടം ഉണ്ടാവും. അങ്ങനെ കുറെ കച്ചവടക്കാർ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നുണ പറയാതെ മറ്റുള്ളവന്റെ കീശയിലുള്ളത് എങ്ങനെയെങ്കിലും തന്റെ പോക്കറ്റിലേക്ക് വരാനുള്ള പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടോ? എന്റെ കച്ചവടത്തിൽ, എന്റെ ഇടപാടുകളിൽ, എന്റെ ഇടപെടലുകളിൽ സത്യസന്ധതയുണ്ടോ ഇല്ലേ എന്ന് ഞാനാണ് അറിയാം. ഏറ്റവും ആദ്യം അറിയാൻ ഞാനാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതിൽ ഒരു മുതൽ ചെലവഴിക്കുന്നതിന് വേണ്ടി കളവ് പറയാതെ സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബർക്കത്ത് നൽകപ്പെടുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ പറയാൻ, അത് കള്ളം പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞാണ്ട് ഇങ്ങനെ മേനി പറഞ്ഞാണ്ട് അതിനെ വിറ്റൊഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ബർക്കത്ത് ഇല്ലാതാക്കപ്പെടുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പണ്ഡിതന്മാരെ കുറിച്ച് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ വെച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇന്ന ബറകത്തൽ ആലിം ഫീ സിദ്ഖിഹി തബ്ലീഗിഹി ലിൽ ഹഖ് വഅദ്മി ഇത്മാനിഹി ലിൽ ഇൽമ. ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അവന്റെ സിദ്ഖ് എന്ന് പറയാൻ, അവന്റെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, അത് മറച്ചു വെക്കാതിരിക്കുക എന്നുള്ളതാണ്. വഇൻ കാന ഹാലുഹു ബിഅക്സ് ذلك فإن الله قد أجرى سنته على أن يمحق عليه بركة. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അത് ചെയ്യുന്നില്ലെങ്കിൽ അവനത് നേരെ വിപരീതം സംഭവിപ്പിക്കാനും കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ അനുഗ്രഹം ഇറങ്ങാൻ പറഞ്ഞ അടുത്ത കാര്യം സിദ്ഖ് ഉണ്ടാകുക, സത്യസന്ധത ഉണ്ടാകുക ഓരോ കാര്യത്തിലും. അതില് പണ്ഡിതന്മാർ കുറെ കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സത്യസന്ധത ഉണ്ടാവുക, മക്കളോട് സത്യസന്ധമായി പെരുമാറുക, തിരിച്ചങ്ങോട്ടും. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ തമ്മിൽ, അത് പിന്നെ സഹജീവികളും സഹയാത്രികരും സഹപ്രവർത്തകരും തമ്മിൽ, ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നിട്ട് കച്ചവടക്കാരെ പ്രത്യേകം അല്ലാഹു റസൂൽ എടുത്ത് പറഞ്ഞു. കച്ചവടത്തിൽ കൊള്ളക്കൊടുക്കലുകളിൽ തീർച്ചയായിട്ടും ബർക്കത്ത് ഉണ്ടാകണമെങ്കിൽ, അതിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ അതിൽ സിദ്ഖ് ഉണ്ടാകണം എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി റസൂൽ ബർക്കത്ത് ഉണ്ടാക്കാൻ പറഞ്ഞ എല്ലാത്തിനും പുറമെ പ്രാർത്ഥനയുണ്ടാകണം എന്നുള്ളതാണ്. അദ്ദുആഉ വൽലുജൂ ഇലൈഹി. അല്ലാഹുവിലേക്കുള്ള മടക്കവും പ്രാർത്ഥനയും ഇല്ലായെങ്കിൽ ആ വ്യക്തിക്ക്, ആ കുടുംബത്തിൽ അല്ലാഹു അനുഗ്രഹം ബറക്കത്ത് ഇറക്കുകയില്ല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. ഈ പ്രാർത്ഥന ഉണ്ടെങ്കിലോ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും തീർച്ചയായും അല്ലാഹു അവനൊരു ഉദവി നൽകും എന്നുള്ളതാണ്. അവനൊരു ദർജ കൊടുക്കും. പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തനായ പോരാളിയും അദ്ദേഹത്തിന്റെ ശിഷ്യനുമായിരുന്നു സുബൈർ ഇബ്നു ഹുവാം റളിയല്ലാഹു അൻഹു. അവർ തമ്മിൽ കുടുംബ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് മക്കളെ വിളിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. യാ ബുനയ്യ ഇൻ അജിസ്ത അൻഹു ഫീ ശൈഇൻ ഫസ്തഇൻ അലൈഹി മൗലായ. കുറേ കടണ്ട്, ലക്ഷക്കണക്കിന് റിയാൽ കടണ്ട്, ദീനാർ കടണ്ട് ബാപ്പാക്ക്. എന്റെ സ്വത്തും അതുപോലെ തന്നെ ഭൂമിയൊക്കെയാണ് ഉള്ളത്, വേറെ ഒന്നും ബാക്കിയില്ല, ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. മകനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയാൻ, യാ ബുനയ്യ, പൊന്നുമോനെ, ഇൻ അജിസ്ത അൻഹു ഫീ ശൈഇൻ ഫസ്തഇൻ അലൈഹി മൗലായ. നീ അത് വീട്ടാൻ, എന്റെ ലക്ഷക്കണക്കിന് വരുന്ന പൈസ കടം വീട്ടാൻ നീ എങ്ങാനും പ്രയാസപ്പെടുകയാണെങ്കിൽ നീ എന്റെ മൗലയോട് സഹായം തേടണം, എന്റെ മൗലയോട് നീ അത് കാര്യം പറയണം. എന്നിട്ട് അദ്ദേഹം പറയാം, മകൻ പറയാം, ഞാനിത് കേട്ടപ്പോ വല്ലാണ്ട് പ്രയാസപ്പെട്ടു.
ഏതാണ് ഇപ്പൊ ഈ മൗല, ആരാണ് ഇപ്പൊ ഈ മൗല? അഥവാ എന്റെ അധികാരിയോട്, എന്റെ യജമാനനോട് നിങ്ങൾ ചോദിക്കണം, നീ അത് ചോദിച്ചിട്ട് പറയണം, എന്നെ കടം വീട്ടണം എന്നുള്ളത് പറയണം. അപ്പൊ മകൻ പറയും, ഏതാ ഇപ്പൊ വാപ്പാക്ക് ഒരു യജമാനൻ? എന്നിട്ട് ഞാൻ ചോദിച്ചു വാപ്പയോട്, യാ അബതി മൻ മൗലാക, ഈ നിങ്ങളുടെ മൗല ആരാണ് വാപ്പ എന്ന് ഞാൻ ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലാഹ്, അല്ലാഹു ആണ് എന്റെ മൗല എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു. ഫവല്ലാഹി, എന്നിട്ട് അദ്ദേഹം പറയണേ തിരിച്ച്, അദ്ദേഹം അല്ലാഹു ആണ് എന്റെ മൗല എന്ന് പറഞ്ഞു. മകൻ പറയണേ, ഖാല ഫവല്ലാഹി മാ വഖഅതു ഫീ ഖുർബത്തിൻ മിൻ ദൈനിഹി ഇല്ലാ ഖുൽതു യാ മൗല സുബൈർ ഇഖ്ദി അൻഹു ദൈന. അദ്ദേഹത്തിന്റെ കടബാധ്യത വീട്ടാൻ വേണ്ടിയിട്ട് പല കാര്യം നോക്കിയപ്പോഴും നടന്നില്ല. അവസാനം അദ്ദേഹത്തിന്റെ വസിയത്ത് തരത്തിൽ വസിയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, യാ മൗല സുബൈർ, സുബൈറിന്റെ മൗല, ഇഖ്ദി ദൈനഹു, അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ, അദ്ദേഹത്തിന്റെ കടം ഒന്ന് വീട്ടി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോ അവിടുത്തെ പ്രാദേശികമായിരിക്കുന്ന വിഷയത്തില് ഇദ്ദേഹത്തിന്റെ സ്വത്തോ ഇദ്ദേഹത്തിന്റെ ഭൂമിയോ ഒന്നും തന്നെ വിറ്റുപോകാത്ത അവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. സുബൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെ തന്നെ പറയുന്നുണ്ട് ചരിത്രം ഒന്നിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം പഠിച്ച കാര്യങ്ങളും മറ്റെല്ലാം പറയുന്ന കൂട്ടത്തില് അദ്ദേഹം അത് പറയുന്നുണ്ട്, ഭൂമിയല്ലാതെ ഒരു ദീനാറ് പോലും അദ്ദേഹത്തിന് ബാക്കി ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് മരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കിടക്കുന്നത്. അപ്പോഴാണ് മകനോട് പറയുന്നത്, നീ പ്രാർത്ഥിച്ചാൽ മതി എന്റെ മൗലാനോട്, എങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമെന്ന്. മകൻ പറയാൻ, ഞാനത് പ്രാർത്ഥിച്ചു, ഫയുഖ്ള, അങ്ങനെ അത് വീട്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന മുതലിനെ അന്നില്ലാത്ത വിലയേക്കാൾ കൂടുതൽ വിലക്ക് വിൽക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന കടത്തെ വീട്ടാൻ പറ്റി എന്ന് ചരിത്രം പറയാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. സ്വഹാബാക്കൾ അവരുടെ പ്രാർത്ഥന കൊണ്ടുണ്ടായ മെച്ചത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. പ്രാർത്ഥനയില്ലാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോകാൻ പാടില്ല. കുറച്ചൊക്കെ സമ്പാദ്യവും കാര്യവും ആരോഗ്യമൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കരുത്. എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അത് കാരണം അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹമില്ലാതെ ഒരു നിമിഷം പോലും ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയാത്തവരാണ് നാം ഓരോരുത്തരും. പൂർണ്ണമായ അല്ലാഹുവിന്റെ അനുഗ്രഹത്താലുള്ള ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് വേണ്ടതും. അവസാനം ഇവിടെ നിന്ന് കണ്ണു ചിമ്മി അല്ലാഹുവിലേക്ക് നീങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗവും പൂന്തോപ്പിലേക്ക് യാതൊരുവിധ ചോദ്യങ്ങളും ഇല്ലാതെ, വിചാരണയില്ലാതെ പ്രവേശിക്കലാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും. അതാണ് നമ്മുടെ സാഫല്യവും. റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു നൽകുമാറാവട്ടെ. അതിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സദാ കഴിവും തൗഫീഖും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ തടയാനുള്ള കാരണമാക്കരുത് റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ, മരണപ്പെട്ടു പോയ, വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഇഷ്ടക്കാർ, ഞങ്ങളെ ഇഷ്ടപ്പെട്ടവർ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടവർ അല്ലാഹുവേ അവരുടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. പ്രയാസം അനുഭവിക്കുന്ന, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ശിഫാഇനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. കുടുംബങ്ങളിൽ പ്രയാസങ്ങളുള്ളവർ അവരുടെ പ്രയാസങ്ങളെ, മാനസിക പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ മുസ്ലിമായി എന്നതിന്റെ പേരിൽ മാത്രം പ്രയാസം അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിം സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാദിക്കിലുമുണ്ട്. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ നിനക്ക് മാത്രമാണ് സാധിക്കുക. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവർക്ക് നീ ഹിമ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർക്ക് മനസ്സമാധാനം നൽകണേ റഹ്മാനെ. അവരുടെ ശത്രുക്കൾക്ക് വേണ്ടത് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്